കോൺഗ്രസിനെതിരെ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം PJ കുര്യൻ നടത്തിയ വിമർശനങ്ങളെ ന്യായീകരിച്ച് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല. അദ്ദേഹം പറഞ്ഞത് സദുദ്ദേശത്തോടെ കാണുന്നുവെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. കുര്യൻ പറഞ്ഞതെല്ലാം ഉൾക്കൊള്ളുന്നുവെന്നും ആളില്ലാത്ത മണ്ഡലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ആളെ കൂട്ടണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. SFIയെ പുകഴ്ത്തിയും യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചുമായിരുന്നു PJ കുര്യന്റെ പ്രസംഗം. PJ കുര്യന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും വലിയ അമർഷം ഉയർന്നതിനിടെയാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ആദ്യം ആ പ്രതികരണം കാണാം. ഒരു ഉപദേശ രൂപേണ പറഞ്ഞതാണ്, അത് ആരെയും കുറ്റപ്പെടുത്തിയതല്ല. കുറച്ചുകൂടി എല്ലാ പ്രവർത്തന രംഗത്തും യൂത്ത് കോൺഗ്രസും ഒക്കെ സജീവമാകണം എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അത് അദ്ദേഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം അത് ആരെയും വിമർശിച്ചതല്ല, അദ്ദേഹം സദുദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ്. ഞങ്ങൾ അതിനെ പൂർണ്ണമായും ആ സദുദ്ദേശത്തോടു കൂടി തന്നെ എടുക്കും. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും പരിശോധിച്ച് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ നടപ്പാക്കും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളിയാണുള്ളത്. മിഥുൻ, വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് കുര്യനെ ചെന്നിത്തല ന്യായീകരിക്കാൻ. KPCCയുടെ പരിപാടിക്കിടയിലാണ് PJ കുര്യൻ യൂത്ത് കോൺഗ്രസ് രൂക്ഷമായി വിമർശിച്ചത്. SFIയുടെ സമര പരിപാടികളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനത്തിൽ വളരെ പിന്നോക്കമാണെന്ന് സൂചിപ്പിക്കുകയായിരുന്നു PJ കുര്യൻ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു PJ കുര്യന്റെ ഈ വിമർശനം. മുതിർന്ന നേതാവിന്റെ വിമർശനം അതേ രീതിയിൽ തന്നെ അതേ വേദിയിൽ വെച്ച് തന്നെ മറുപടി പുതുതലമുറ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ PJ കുര്യന്റെ വിമർശനത്തെ മുഖവിലക്കെടുക്കാതെ യൂത്ത് കോൺഗ്രസ് കൃത്യമായി സമര പരിപാടികളിലെല്ലാം നടത്തുന്നുണ്ട്. ആള് കുറവില്ല. കുടുംബയോഗങ്ങളിൽ ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരിക്കാം, പക്ഷേ സമരമുഖത്ത് യൂത്ത് കോൺഗ്രസിന്റെ അങ്ങനെ കുറവൊന്നുമില്ല എന്നുള്ള മറുപടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ PJ കുര്യന് അതേ വേദിയിൽ വെച്ച് തന്നെ നൽകുകയും ചെയ്തു. SFI യുവാക്കളെ സംഘടിപ്പിക്കുന്നത് പോലെ യൂത്ത് കോൺഗ്രസിനോ KSUനോ യുവാക്കളെ സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല. SFIയുടെ സമര പരിപാടികൾ മാതൃകയാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പുകഴ്ത്തൽ SFIക്ക് നൽകിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ പോഷക സംഘടനകളെ യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും എല്ലാം ഇകഴ്ത്തി കാണിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും PJ കുര്യൻ രംഗത്ത് വരികയും ചെയ്തത്. തുടർന്നുള്ള വാഗ്വാദങ്ങൾ തുടരുകയാണ്. വലിയ പ്രതിഷേധങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെ പൊട്ടിത്തെറിക്കുമൊക്കെ ഇത് കാരണമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിനുള്ളിൽ ഇത്തരത്തിലുള്ള പടലപ്പിണക്കങ്ങളും മുതിർന്ന തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള വാഗ്വാദങ്ങളും പ്രശ്നങ്ങളും എല്ലാം സർവ്വസാധാരണമാണെങ്കിൽ അത് ഒരു പരസ്യമായി ഒരു പൊതുവേദി ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ ഒരു സംഭവത്തിൽ മാറുകയും ചെയ്യുകയായിരുന്നു. ഇതിനുശേഷം ഉണ്ടായ പ്രതികരണങ്ങളിൽ രമേശ് ചെന്നിത്തല PJ കുര്യനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. ഈ പ്രശ്നങ്ങൾ വാഗ്വാദങ്ങൾ ഇനി തുടർന്നു പോകുന്നത് അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിലാണ് PJ കുര്യനെ ന്യായീകരിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല ഈ PJ കുര്യൻ പറഞ്ഞ കാര്യങ്ങൾ മുഖവിലക്കെടുക്കുന്നതും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പ്രവർത്തനങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ഈ യൂത്ത് PJ കുര്യൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായി തന്നെ അനുകൂലമായ സമീപനം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും യൂത്ത് കോൺഗ്രസ് PJ കുര്യനെ വിമർശിച്ച് കോൺഗ്രസിനുള്ളിൽ തന്നെ പല രീതിയിലുള്ള അമർഷം പുകയുമ്പോൾ ന്യായീകരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല.